السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചു ജീവിക്കാൻ നമ്മളെല്ലാവരും ഒരുപോലെ ബാധ്യസ്ഥരാണ് എന്നുണർത്തുകയാണ്. മുഅ്മിനായി, മുസ്ലിമായി, മുത്തഖിയായി ജീവിച്ച് മരണപ്പെടാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇരുത്തം ഒരു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും അത്യുത്തമങ്ങളായ നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇതിൽ അർ റഹ്മാനു അർ റഹീം എന്ന അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിച്ചു വന്നിരുന്നത്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന സിഫത്ത് ഉൾക്കൊള്ളുന്ന ഈ 2 നാമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് പൊതുവെ സൃഷ്ടികൾക്ക് മുഴുവൻ ലഭിക്കുന്നുണ്ട്. എന്നാൽ അവനിൽ വിശ്വാസമുള്ള, ഈമാനുള്ള ആളുകൾക്ക് പ്രത്യേകമായി അവൻ്റെ റഹ്മത്ത് കിട്ടുന്നുണ്ട്. അതിൽ തന്നെ മുഅ്മിനുകളുടെ കൂട്ടത്തിൽ തന്നെ ചില പ്രത്യേക കാര്യങ്ങൾ, നിലപാടുകൾ ഒക്കെ ചെയ്താൽ അവൻ്റെ റഹ്മത്തിൽ അവർക്ക് പ്രത്യേകമായി ലഭിക്കും. അതിൽ ചില കാര്യങ്ങളാണ് നമ്മളിങ്ങനെ എണ്ണി പറഞ്ഞു വന്നിരുന്നത്. അല്ലെ, 4-ാമത്തെ കാര്യം, 3 കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 4-ാമത്തെ കാര്യം ക്ഷമ കൈക്കൊള്ളുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് എന്ത്? ക്ഷമ എന്നുള്ളത്. സാധാരണഗതിയിൽ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ അത് സഹിക്കുന്നതിനാണ് നമ്മൾ ക്ഷമ എന്ന് പറയാറ്. ഇസ്ലാമിൽ അസ്വബർ എന്നുള്ളതിനെ വിശദീകരിക്കുന്നിടത്ത് ഒന്നാമത് പറഞ്ഞ കാര്യം തിന്മകൾ ചെയ്യാതിരിക്കാൻ, ഒരു തിന്മ ചെയ്യാൻ അവസരം ഉണ്ടായിട്ട് അത് ചെയ്യാതിരിക്കാനുള്ള ഒരു പിടിച്ചു നിർത്തലുണ്ട്, അല്ലേ? അതാണ് ഒന്നാമത്തെ ക്ഷമയുടെ ഒന്നാമത്തെ മർത്തബ. കാരണം ഒരു കാര്യം കേൾക്കാൻ ആഗ്രഹമുണ്ട്, കാണാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അതിനെ പിടിച്ചു നിർത്തുക അള്ളാഹുവിന് വേണ്ടി. രണ്ടാമത് നന്മകൾ ചെയ്യാൻ, അമലുകൾ ചെയ്യാൻ, അള്ളാഹുവിന് ത്വാഅത്ത് ചെയ്യാൻ, ഇബാദത്ത് ചെയ്യാൻ ക്ഷമ ആവശ്യമുണ്ട്. ചില കാര്യങ്ങൾ ജീവിതത്തിലൂടെ കൊണ്ടുവരണമെങ്കിൽ അതിന് എന്ത് വേണ്ടി വരും? ക്ഷമിക്കേണ്ടി വരും. മൂന്നാമതാണ് ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്ന് വിചാരിച്ച് ക്ഷമിക്കുക എന്നുള്ളത്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ ദീൻ ഉൾക്കൊള്ളുന്ന സമയത്ത് അതിൻ്റെ പേരിൽ എന്ത് പ്രയാസം ഉണ്ടായിരുന്നാലും അത് ക്ഷമിക്കുക എന്ന കാര്യം. ഇവിടെ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അൽ ബഖറയിലെ
155, 156 ഈ ആയത്തുകളിൽ നമ്മുടെ നോട്ടിൽ കൊടുത്ത ഈ ആയത്ത് നമുക്കൊക്കെ സുപരിതമാണ്. വലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി, ബാക്കി പറഞ്ഞോളി, വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. വലനബ്ലുവന്നക്കും ബിശൈഇൻ, തീർച്ചയായും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും, ഒരു സംശയമല്ല, അത് ഉറപ്പാണ്. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട്? ഭയം കൊണ്ട്, വിശപ്പ് കൊണ്ട്, അതുപോലെ സമ്പത്തിലും ശരീരങ്ങളിൽ ഏറ്റവും അടുത്ത ആളുകളൊക്കെ മരണപ്പെടുത്തിക്കൊണ്ട്, സമ്പത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ എല്ലാവിധ ഭൗതികമായിട്ടുള്ളതുപോലുള്ള പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ് വബശ്ശിരി സ്വാബിരീൻ. അപ്പോൾ ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക. അവർക്ക് എന്തൊരു മുസീബത്ത് ബാധിച്ചാലും അവരുടെ പ്രതികരണം എന്തായിരിക്കും? അള്ളാഹു നിന്നാണ് നമ്മളുള്ളത്, അവരിലേക്ക് തന്നെ മടങ്ങിപ്പോകേണ്ടവരാണ്. അതുകൊണ്ട് ഇതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും ഞാൻ ബാധ്യസ്ഥനാണ് എന്നർത്ഥം. എന്നിട്ട് ഖുർആൻ പറയാ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹി വറഹ്മ. അങ്ങനെ നിലപാടെടുക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഗുണങ്ങളുണ്ടാകും, അതോടൊപ്പം എന്തുണ്ടാവും? റഹ്മത്തും ഉണ്ടാകും. അതാണ് നമ്മുടെ വിഷയം. അവൻ്റെ റഹ്മത്തും ഉണ്ടാകും. അവരാണ് ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് നേർവഴി പ്രാപിച്ചവർ. ജീവിതത്തിൽ എന്തെങ്കിലും വലിയൊരു പ്രയാസം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ദുഃഖം ഉണ്ടാവില്ല എന്നതിനർത്ഥമല്ല കേട്ടോ. ക്ഷമയെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹി വളരെ ഭംഗിയായി വിശദീകരിച്ചുകാരുണ്ട്. മുഅ്മിനായ മനുഷ്യന് പ്രയാസം ഉണ്ടാകുമ്പോൾ അവന് ദുഃഖം നന്നായി ഉണ്ടാവുന്നതാണ്. ആ ദുഃഖം പ്രകടിപ്പിക്കുന്നിടത്ത് എന്തു ചെയ്യും? അവൻ പ്രകടിപ്പിക്കുകയും ചെയ്യും. ആരോടാ? പരാതി പറയും. ആരോടാ പറയാ? ഇന്നമാ അശ്കൂ ബസീ ഇലല്ലാഹ്, അള്ളാഹുവിനോട് പരാതി പറയും. അതല്ലാതെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു പരീക്ഷ ഉണ്ടായാൽ ഒരു പ്രശ്നമല്ല എന്നർത്ഥത്തിലല്ല. സ്വാഭാവിക മനുഷ്യനെന്ന നിലയിൽ അവനൊക്കെ ഉണ്ടാവും. പക്ഷെ അവൻ അസ്വസ്ഥത കാണിക്കില്ല, പൊറുതികേട് കാണിക്കില്ല. വൈദ മസ്സഹുൽ ഇൻസാനു ഷർറു, എന്താണ് ആയത്ത്? വൈദ മസ്സൽ ഇൻസാനു, അത് വേറെ ആയത്ത്. ഖുലിക്കൽ ഇൻസാനു, സൂറത്ത് മആരിജിൽ ഒരു വചനമുണ്ട്. മനുഷ്യൻ അവന് പ്രയാസം ഉണ്ടായാൽ അവൻ എന്ത് കാണിക്കും? പൊറുതികേട് കാണിക്കും. അവനെന്തെങ്കിലും ഷെറ് ബാധിച്ചാൽ അവൻ പൊറുതികേട് കാണിച്ചും. ഖൈർ കാണിച്ചാൽ എന്താകും? അവൻ ഖൈർ കിട്ടിയാൽ തടഞ്ഞു വെക്കുകയും ചെയ്യും. ഇല്ലൽ മുസല്ലി, നമസ്കാരക്കാർ ഒഴികെ. ഇങ്ങനൊരു ആയത്തുണ്ട് സൂറത്ത് മആരിജിലൊരു വചനാണ്. ഏതായിരുന്നാലും നമ്മുടെ വിഷയം, ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ എന്തുണ്ട്? റഹ്മത്തുണ്ട്. അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്തിൽ, വിശ്വാസികൾക്ക് തെരഞ്ഞെടുത്ത റഹ്മത്തിൽ, അതിൽ തന്നെ ചില പ്രത്യേകക്കാർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്ന കൂട്ടത്തിൽ ഒന്നാണെന്ത്? ക്ഷമ എന്ന സ്വഭാവം. ഇത് മനസ്സിലായല്ലോ അല്ലേ? അടുത്ത ഒന്ന്, ഖുർആൻ പഠിക്കുകയും അത് പിൻപറ്റി ജീവിക്കുകയും ചെയ്യണമെന്നൊരു നിലപാട് ജീവിതത്തിൽ കൊണ്ടുവരിക. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏത് വിഷയങ്ങളാവട്ടെ, അവിടെ ഖുർആൻ ഈ വിഷയത്തിൽ എന്ത് പറയുന്നു, ദീൻ എന്ത് പറയുന്നു, അതിനനുസരിച്ച് നിലപാട് കൊണ്ടുവരാൻ സാധിക്കുന്ന ആളുകൾ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻആമിലെ 155 അവിടെ ഖുർആൻ പറയുന്നു വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. ഈ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇറക്കിയതാണ്, അത് അനുഗ്രഹീതമാണ്. അതുകൊണ്ട് ഫത്തബിഊഹു, അതിനെ നിങ്ങൾ എന്താക്കണം? പിന്തുടരണം. വത്തഖൂ, നിങ്ങൾ ആ അർത്ഥത്തിൽ സൂക്ഷ്മത പാലിക്കുകയും ചെയ്യണം. എങ്കിൽ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ എന്തായിത്തീരും? നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം, അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിച്ചേക്കും. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത് കാണാം, ഫീഹി അദ്ദഅവതു ഇലാ ഇത്തിബാഇൽ ഖുർആൻ. ഇവിടെ ഈ ആയത്തിൽ പറയുന്നത് ഖുർആനിനെ നിങ്ങൾ ഇത്തിബാ ചെയ്യണം എന്നൊരു കാര്യമാണ്. ഖുർആനിനെ നിങ്ങൾ പിന്തുടർന്ന് ജീവിക്കണം. വവസ്ഫിഹി ബിൽ ബറക ലിമൻ ഇത്തബഅഹു വഅമില ബിഹി ഫിദ്ദുനിയ വൽ ആഖിറ. അതിൻ്റെ പ്രത്യേകം എന്താ അറിയോ? ഖുർആനിനെ പിന്തുടരണം എന്നൊരാൾ വിചാരിച്ചാൽ, അള്ളാഹുവിൻ്റെ ഖുർആനിൻ ഈ സൂറത്ത് അൻആമിൻ്റെ 155 വ്യാഖ്യാനത്തിൽ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത്,
അങ്ങനെ ഒരാൾ നിലപാടെടുത്താൽ, അയാളുടെ ആ രൂപത്തിൽ അമൽ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്താൽ ദുനിയാവിലും ആഖിറത്തിലും അയാൾക്ക് ബറക്കത്തുണ്ടാവും. എന്താ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ? ബറക്ക എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൻ്റെ പൂർണ്ണത ഉണ്ടാവും, ഖൈറിൽ അത് പൂർണ്ണമായി ലഭിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ രണ്ടാമത്തെ കാര്യം തന്നെ, പലപ്പോഴും എന്താ അറിയോ, നമ്മൾ ഖുർആൻ ഇങ്ങനെ ഓതുന്നുണ്ടാവും. ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ഒരാൾ ഖുർആൻ എടുത്ത് വായിക്കുമ്പോൾ അയാൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രതിസന്ധിക്കുള്ള പരിഹാരം അയാൾക്ക് അവിടെ കാണുന്നുണ്ട്, പക്ഷെ അയാൾക്ക് മനസ്സിലാവാറില്ല. പറഞ്ഞാൽ എന്താണ് ഖുർആൻ പറയുന്നത് അയാൾ എന്താക്കിയിട്ടില്ല, അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഖുർആനാണ് നമ്മുടെ ഇമാമ്, ഖുർആനാണ് നമ്മുടെ വഴികാട്ടി. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പിന്തുടരാനുള്ള മനസ്സുണ്ടാവുകയും ചെയ്താൽ അള്ളാഹുവിനുള്ള റഹ്മത്ത് നമുക്ക് എന്താക്കാം, പ്രതീക്ഷിക്കാം. ആറാമത്തെ കാര്യം, ഇസ്തിഗ്ഫാർ ധാരാളമായി ചെല്ലുക എന്നുള്ളതാണ്. അള്ളാഹുവിലേക്ക് പാപമോചനം നടത്തുക, അവനിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തുക. ഇസ്തിഗ്ഫാറിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കുക. ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെടുന്നിടത്തൊക്കെ റഹ്മത്തിനെ പറയുന്നത് കാണാം. നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്നിടത്തൊക്കെ എന്താവും, അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന സിഫത്ത് ഇങ്ങനെ എടുത്തു പറയുന്നത് കാണാം. പ്രാർത്ഥനകളിൽ തന്നെ കാണാം അല്ലേ? ഞങ്ങളോട് കരുണ കാണിക്കണം, ഞങ്ങൾക്ക് പുറത്തു തരണം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു? റബ്ബന ളലംന അൻഫുസന വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംന അല്ലേ? ഇങ്ങനെ ധാരാളം പ്രാർത്ഥനകൾ കാണാം. എവിടെയൊക്കെ അള്ളാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന് പറയുന്നിടത്ത് മഹാഭൂരിപക്ഷം സ്ഥലത്ത് ഞങ്ങളോട് കരുണ കാണിക്കണമെന്ന് കാണാം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യമാണെന്ത്, നമുക്ക് പുറത്തു തരിക എന്നുള്ളത്. മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയോട് സംസാരിക്കുന്നിടത്ത് സൂറത്തു നംലിൽ പറയുന്ന ആയത്താണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഖാല യാ ഖൗമി ലിമ തസ്തഅജിലൂന ബിസ്സയ്യിഅതി ഖബ്ല അൽ ഹസന. എന്താ ജനങ്ങളെ, നിങ്ങൾ ഈ തിന്മകൾ ഇങ്ങനെ ചെയ്യാൻ ധൃതി കാണിക്കുന്നത്? അതെന്നും പ്രസക്തമാണ് ആ ചോദ്യം അല്ലേ? തിന്മ ചെയ്യാൻ ആളുകൾക്ക് ഭയങ്കര ആവേശമാണ്. നന്മകളെക്കാൾ തിന്മക്ക് എന്താണ് നിങ്ങളിങ്ങനെ ധൃതി കാണിക്കുന്നത്? ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. എന്നിട്ട് പറയാം, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തു നോക്ക്, എങ്കിൽ നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം. ഇസ്തിഗ്ഫാറും കരുണയും റഹ്മത്തും വലിയ ബന്ധമുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്ന ആളുകൾ എന്ത് വേണം? ഇസ്തിഗ്ഫാർ അധികം. ഇസ്തിഗ്ഫാറിൻ്റെ പ്രത്യേകത ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും ഒട്ടനേകം നന്മകൾ നേടിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണെന്ത്? അസ്തഗ്ഫിറുല്ലാ എന്ന് മനസ്സറിഞ്ഞ് പറയാന്നുള്ളത്. ഏഴാമത്തെ കാര്യം, സത്യവിശ്വാസികൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക എന്നതാണ്. പറഞ്ഞാൽ എന്താ? പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഒരു മനുഷ്യൻ, രണ്ട് മുഅ്മിനുകളായ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളായ രണ്ടാളുകൾ തെറ്റുന്ന ഒരു കാര്യവും നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല. അത് ചിലപ്പോൾ ഇണകളായേക്കാം, അല്ലെങ്കിൽ കുടുംബക്കാരായേക്കാം. ഓരോ തമ്മിൽ തെറ്റിക്കുന്നൊരു കാര്യം ചിലപ്പോൾ ന്യായമായൊരു വിഷയമായിരിക്കും. എന്നാൽ പോലും ഈ കാരണം ഞാൻ പറഞ്ഞാൽ, ഞാൻ അവതരിപ്പിച്ചാൽ, ഞാൻ അതിലിടപെട്ടാൽ അത് രണ്ട് മുസ്ലിമീങ്ങൾ തെറ്റാൻ സാധ്യതയുണ്ട് എങ്കിൽ അതീവ ഗൗരവമായി നമ്മൾ കാണണം. നേരെ മറിച്ച് തെറ്റി നിൽക്കുന്ന, പിണങ്ങി നിൽക്കുന്ന ആളുകളെ ഒന്നിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മസ്ലഹത്തിന് കിട്ടുന്ന അവസരം ഒന്നും എന്താക്കണ്ട, ഒഴിവാക്കണ്ട. നിങ്ങളിവിടെ ഉണ്ടല്ലോ അല്ലേ? ഒഴിവാക്കണ്ട. വിശുദ്ധ ഖുർആൻ സൂറത്തു ഹുജറാത്തിൽ അതിൻ്റെ 10-ാമത്തെ വചനത്തിൽ കാണാം, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫസ്ലിഹൂ ബൈന അഖ്വൈക്കും വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. അല്ലേ? മുഅ്മിനുകൾ അവർ സഹോദരങ്ങളാണ്. അവർക്കിടയിൽ നിങ്ങൾ എന്തുണ്ടാക്കണം? രഞ്ജിപ്പുണ്ടാക്കണം, ഇസ്ലാഹ് ഉണ്ടാക്കണം. തമ്മിൽ തെറ്റിക്കാൻ പാടില്ല. ആരെങ്കിലും അകന്നു നിൽക്കുന്നുവെങ്കിൽ ഒന്നിപ്പിക്കാൻ ശ്രമിക്കണം. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണം. എങ്കിൽ നിങ്ങളോട് അള്ളാഹു കരുണ ചെയ്തേക്കാം. അധികം വിശദീകരണങ്ങൾ ആവശ്യമില്ല. എട്ടാമത്തെ വിഷയം, ഭൂമിയിലുള്ള ആളുകളോട് കരുണ കാണുക. നമ്മളിത് തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അള്ളാഹുവിൻ്റെ അസ്മാഉകൾ പഠിക്കുന്നിടത്ത് ഉണ്ടാകേണ്ട ഗുണങ്ങൾ, അതിലൊരു കാര്യം പറഞ്ഞ് നമ്മളുമായി ബന്ധപ്പെട്ട് ആ വിഷയം എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളതാണ്. എട്ടാമത്തെ വിഷയം ആർത്ഥത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ അവിടെ കാണുന്നത് ഭൂമിയിലുള്ള ചുറ്റുപാടിലുമുള്ള സഹജീവികളോട്, മനുഷ്യരോട്, അതല്ലെങ്കിൽ ഇനി മറ്റു മൃഗങ്ങളോട്, ജീവികളോട് ഒരു കാരുണ്യം മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ്.
കരുണ കാണിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ കരുണ, അവൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടാനുള്ള കാരണങ്ങളിൽ ഒന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അർറഹിമൂന യർഹമുഹുമുർ റഹ്മാൻ യർഹമു അഹ്ലൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. നമുക്കറിയാവുന്ന ഹദീസാണ്. എന്താ പ്രവാചകൻ പറയുന്നത്? കരുണ ചെയ്യുന്ന ആളുകൾ അവരോട് റഹ്മാൻ കരുണ ചെയ്യും, റഹ്മാനായ റബ്ബ് കരുണ ചെയ്യും. ഇർഹമു അഹ്ലൽ അർദ്, അതുകൊണ്ട് ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ എന്ത് ചെയ്യുക? കരുണയുള്ളവരായിരിക്കുക. എങ്കിൽ ഇർഹമുക്കും മൻ ഫിസ് സമാ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഇതിൽ നിന്നൊരു കാര്യം കൂടി കിട്ടും, അള്ളാഹു എവിടെ? ആകാശത്ത്. അള്ളാഹ് എല്ലായിടത്തും ഇല്ല അല്ലേ? അതിനൊരു തെളിവും കൂടെയാണ്, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒന്നുകൂടെ പറഞ്ഞു, ലാ യർഹമുല്ലാഹു മൻ ലാ യർഹമുൻ നാസ്. എന്താ? ജനങ്ങളോട് കരുണ കാണിക്കാത്ത ആളുകളോട് അള്ളാഹു എന്താക്കൂല? കരുണ കാണിക്കുകയില്ല. അപ്പം നമുക്ക് ആളുകളോട് ഒരു കാരുണ്യത്തിൻ്റെ മാനസികാവസ്ഥ നമുക്ക് വേണം. ഒരാളിങ്ങനെ പ്രയാസപ്പെടുന്ന കണ്ടാൽ ഒന്നും നമുക്ക് തോന്നുന്നില്ലെങ്കിൽ, മറ്റൊരാളുടെ ബുദ്ധിമുട്ടുകൾ നമ്മെ അസ്വസ്ഥനാക്കുന്നില്ലെങ്കിൽ, എന്തൊക്കെ പ്രശ്നം നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ട്. ഒരു മനുഷ്യൻ ആരാവട്ടെ, അവൻ പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആശ്വാസം നൽകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാരുണ്യം, അല്ലേ? ഇൻ കുൻത ലാ തർഹമുൽ മിസ്കീന ഇൻ അദിമ വലൽ ഫഖീറ ഇദാ യശ്കൂ ലക്കൽ അദമ. കവി പറയാണ്, നീ ഒരാളിങ്ങനെ ഒരു മിസ്കീനായ മനുഷ്യൻ, അവൻ പ്രയാസപ്പെടുന്നുണ്ട്, അവൻ നിൻ്റെ അടുത്ത് ആവശ്യം പ്രകടിപ്പിക്കുന്നുണ്ട്, നിനക്ക് ബോധ്യമാവുന്നുണ്ട്, എന്നിട്ടും നീ അവനോട് കരുണ കാണിക്കുന്നില്ല എങ്കിൽ വലൽ ഫഖീറ ഇദാ യശ്കൂ ലക്കൽ അദമ, ഒരു ഫഖീറായ മനുഷ്യൻ അവൻ്റെ ആവശ്യവുമായി നിൻ്റെ അടുത്ത് വന്നിട്ട് നീ അവനെ പരിഗണിക്കുന്നില്ല എങ്കിൽ ഫകൈഫ തർജൂ മിനർ റഹ്മാനി റഹ്മതഹു വഇന്നമാ യർഹമുർ റഹ്മാനു മൻ റഹിമ. എന്താണ്? പിന്നെ എങ്ങനെ നീ അള്ളാഹുവിൽ നിന്ന് കാരുണ്യം പ്രതീക്ഷിക്കുക? റബ്ബിനെ നിനക്ക് എങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റും? നിൻ്റെ ആവശ്യമുള്ള, നിന്നിൽ നിന്ന് ആവശ്യമുള്ള ഒരാൾ, അവൻ ഫഖീറോ മിസ്കീനോ ആവട്ടെ, അവൻ്റെ പ്രയാസം നിൻ്റെ മുമ്പിൽ പ്രകടമായിട്ടും നിനക്കൊന്നും തോന്നുന്നില്ല, അവന് നീ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിൽ നിന്ന് നീ കരുണ പ്രതീക്ഷിക്കുക? കാരണം അവൻ പറഞ്ഞിട്ടുള്ളത് നീ കരുണ കാണിക്കുക, എന്നാലാണ് റഹ്മാൻ അവൻ കരുണ കാണിക്കുള്ളൂ, അല്ലേ? അതിൽ കാരുണ്യത്തിൻ്റെ മനസ്സ് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് ഏറ്റവും അടുത്ത ആളുകളോടാണ്. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടെടുത്ത് ഖുർആൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? വഹ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. നീ അവർക്ക് രണ്ടുപേർക്കും, മാതാപിതാക്കൾ രണ്ടാളും നിൻ്റെ അടുത്തുണ്ടെങ്കിൽ, അവർ പ്രായമായ അവസ്ഥയുണ്ടെങ്കിൽ അവരോട് മാന്യമായി പെരുമാറണം, അവരോട് ചെയ്യുന്ന വാക്ക് പോലും പറയാം. നമുക്കൊക്കെ അറിയാം, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, വചനങ്ങൾ അല്ലേ? ഇതൊക്കെ പറഞ്ഞിട്ട് പറയാം, വഹ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. രണ്ടുപേരും നിൻ്റെ അടുത്തുണ്ടെങ്കിൽ ആ സമയത്ത് അവർക്ക് നീ എന്ത് ചെയ്യണം? കാരുണ്യത്തിൻ്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം. എന്താ സഹോദരങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ കാരുണ്യത്തിൻ്റെ ചിറക് മാതാപിതാക്കൾക്ക് താഴ്ത്തി കൊടുക്കണം എന്ന് പറഞ്ഞാൽ? മക്കളിൽ നിന്ന് മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, പ്രായമാകുമ്പോൾ പ്രത്യേകിച്ചും അതുണ്ടാവണം. അതിലേറ്റവും വലുത് അവർ അവഗണിക്കപ്പെടുന്നു എന്ന തോന്നലുണ്ടാവരുത്. അവർ പരിഗണിക്കപ്പെടുന്നു എന്നവർക്ക് ബോധ്യമാവണം, ബോധ്യപ്പെടുത്തണം. നമുക്ക് ചിലപ്പോൾ ഭയങ്കര ഇഷ്ടമൊക്കെ ഉണ്ടാവും, പക്ഷേ ഉപ്പയും ഉമ്മയും പറയാതെ അവരുടെ മനസ്സ് വിങ്ങുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പ്രവാസികളായ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, വീട്ടിൽ ഉമ്മയും ഉപ്പയും നമ്മുടെ കുടുംബമൊക്കെ ഒന്നിച്ച് താമസിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഒരു കാര്യം എടുത്ത് നോക്കിയാൽ മതി. ഇന്നലെ ഇപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ നമ്മളെ ഭാര്യയ്ക്ക് വിളിച്ചിട്ടുണ്ടാവും, ഫോൺ ചെയ്തിട്ടുണ്ടാവും, മക്കളോട് സംസാരിച്ചിട്ടുണ്ടാവും. അവിടെ തന്നെ ഉമ്മയും ഉപ്പയും ഉണ്ടാവും, നമ്മളൊന്നും വിചാരിക്കുന്നുണ്ടാവില്ല. പക്ഷേ അത് വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കും. ആരെങ്കിലുമൊക്കെ ഉമ്മക്കുപ്പക്കൊക്കെ വിളിക്കാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ഒരു വിളി പ്രതീക്ഷിക്കുന്നുണ്ട്, അതൊരു സംശയം വേണ്ട. നമ്മളെത്ര വയസ്സായവരാണെങ്കിലും നമ്മുടെ ഉമ്മയുണ്ടെങ്കിൽ, ഉപ്പയുണ്ടെങ്കിൽ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ആരോഗ്യം, ആയുസ്സും ഹുദവിയുമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് അള്ളാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരോട് നന്മ കാണിക്കണം, അവരോട് സംസാരിക്കണം.
സംസാരം പ്രതീക്ഷിക്കുന്നുണ്ട്, അവർ കേൾക്കാൻ, പറയാൻ, അവരെ കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊന്നുമില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണമെന്ന്, ശിർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞിടത്ത് ആവർത്തിച്ച്, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് പറയുന്നിടത്തൊക്കെ അള്ളാഹുവിൻ്റെ തൗഹീദുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. അത്രയും ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് നിങ്ങൾ കാരുണ്യത്തിൻ്റെ ചിറക് താഴ്ത്തി കൊടുക്കണം. നമ്മളിങ്ങനെ പ്രായമാകുമ്പോൾ നമുക്ക് തന്നെ ബോധ്യമാവുന്ന കാര്യം ഉണ്ടാവും. നമ്മുടെ ചെറിയ മക്കളോട് ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ട്. അതിനേക്കാൾ കെയറിങ് ആഗ്രഹിക്കുന്നുണ്ട് ആര്? പ്രായം ചെന്ന ഉമ്മയുപ്പൊക്കെ. അതുകൊണ്ട് അതാണ് ഒന്നാമത്തെ. എന്ന് മാത്രമല്ല, അവിടെയും തീരുന്നില്ല, നിരന്തരം പ്രാർത്ഥിക്കണം. ഇതൊരു വെറും അർത്ഥാനല്ല. നമ്മുടെ മനസ്സിൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ എന്ന ഈ അറബിയിലെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൻ്റെ വാചകങ്ങൾ ഇങ്ങനെ നാവിലിങ്ങനെ വരുന്നതിനപ്പുറത്ത് നമ്മുടെ മനസ്സിൻ്റെ അകത്തലങ്ങളിൽ ചിന്തയുണ്ടാണ്. പടച്ചോനെ, എൻ്റെ ഉമ്മയും ഉപ്പയും എത്രത്തോളം എന്നോട് കരുണ കാണിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. അത് നമുക്ക് ബോധ്യമാവും, നമുക്ക് മക്കളൊക്കെ ഉള്ളതുകൊണ്ട്. അവരോട് നീ കരുണ ചൊരിയണേ, അവർക്ക് നീ ആ രൂപത്തിൽ അതിനേക്കാൾ അവർക്ക് കരുണ കൊടുക്കണേ, അവരോട് കരുണ ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ ചെറിയ മക്കളോ ചെറിയവരായ ചെറിയ കുട്ടികൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യമാണത്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. എന്താണ്? നമ്മുടെ നോട്ടിലത് വിട്ടുപോയതാണ്. എന്താ? എന്നിൽപ്പെട്ടവനല്ല ലൈസ മിന്ന മല്ലം യർഅം സഗീറന വലം യുഅഖിർ കബീറന. ചെറിയവരോട് കരുണ കാണിക്കാത്തവർ, മുതിർന്നവരെ ബഹുമാനിക്കാത്തവർ നമ്മിൽപ്പെട്ടവനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ എന്ന ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു അറാബിയായ മനുഷ്യൻ പ്രവാചകൻ്റെ അരികിൽ വരാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായി കുട്ടികളെ ചുംബിക്കുന്നത് കാണാൻ. അപ്പോൾ ഈ അറാബി പ്രവാചകനോട് ചോദിക്കുകയാണ്, തുഖബ്ബിലൂന സുബിയാന, നിങ്ങൾ ഈ ചെറിയ കുട്ടികളെയൊക്കെ ചുംബിക്കുമോ ഇങ്ങനെ? അപ്പോൾ പ്രവാചക തിരുമേനി എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നുണ്ട്, ഫമാ നുഖല്ലിബുഹും, ഞങ്ങളൊരിക്കലും എന്താക്കൂല, ഇങ്ങനെ കുട്ടികളെന്ന് ചുംബിക്കുകയില്ല. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സമയത്ത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അവ അംലികു ലക അൻ നസഅ അല്ലാഹു മിൻ ഖൽബിക റഹ്മ, നിൻ്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ഊരിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് കാണിക്കാനാ? എൻ്റെ അർത്ഥം എന്താ? സ്നേഹം പ്രകടിപ്പിക്കുക, കുട്ടികളോടൊക്കെ പ്രകടിപ്പിക്കുക എന്നുള്ളത് കാരുണ്യത്തിൻ്റെ ഭാഗമാണ് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണിച്ചു തന്നതാണ്. മറ്റു മൃഗങ്ങളുടെ വിഷയത്തിൽ പോലും നായക്ക് വെള്ളം കൊടുത്ത മനുഷ്യൻ സ്വർഗം കിട്ടിയത് എന്തുകൊണ്ടാണ്? പച്ചക്കരലുള്ള എന്തിനോടും കരുണ കാണിച്ചാൽ അതിന് പുണ്യമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്ന ആളുകൾ ഈ ഒരു മാനസികാവസ്ഥയൊക്കെ നമുക്ക് വേണം. അത് അള്ളാഹുവിൻ്റെ റഹ്മാൻ റഹീം എന്ന് പഠിക്കുമ്പോൾ നമ്മളിൽ സ്വാധീനം ചെലുത്തേണ്ട ഒരു വിഷയമാണ്. മറ്റൊന്ന്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം പറയുന്നിടത്ത് പണ്ഡിതന്മാർ കൊണ്ടുവന്നിട്ടൊരു ഹദീസ് കാണാം. അൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹിമല്ലാഹു അബ്ദൻ സംഹൻ ഇദാ ബാഅ സംഹൻ ഇദാ ഇസ്തറാ സംഅൻ ഇദാ ഇഖ്തലാ. കുറേ കച്ചവടക്കാരുടെ അവധിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹു കരുണ ചൊരിയും, അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടും. ആർക്കാ? സംഹൻ ഇദാ ബാഅ, ഒരു വിൽപ്പന നടത്തുന്ന ആൾ, അവനൊരു വിട്ടുവീഴ്ച മനോഭാവമൊക്കെ ഉണ്ടെങ്കിൽ. അതേപോലെ തന്നെ സംഹൻ ഇദാ ഇസ്തറാ, വാങ്ങുന്ന ആൾ അവനും കച്ചവടത്തിൻ്റെ കാര്യം പറയാണ്. സംഹൻ ഇദാ ഇഖ്തലാ, കടം കൊടുക്കുന്ന സമയം. ഈ ആയത്തിൻ്റെ വിശദീകരണം വായിച്ചിടത്ത് പണ്ഡിതന്മാർ അതിനെ ശർഹ കൊടുത്ത് എന്താ അറിയോ? നമ്മളൊരു വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. കച്ചവടം ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എന്താ? മറ്റൊരു ഹദീസിലുള്ളത്, ദീനുൽ ഇസ്ലാമിൻ്റെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട സ്വഭാവങ്ങളിലൊന്ന്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞത്, കച്ചവട സമയത്ത് കടുംപിടുത്തം പിടിക്കൂല എന്നാണ്. അവിടെ ഒരു കാര്യം പറഞ്ഞത്, കച്ചവടം ചെയ്യുന്നിടത്ത് കടുംപിടുത്തം പിടിക്കൂല എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതെങ്ങനെ ഓരോ കാര്യങ്ങളായി വിശദീകരിച്ചിട്ടുണ്ട് ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത്. ഒന്ന്, കച്ചവടം വിൽക്കുന്ന ഒരാൾ, ഇത് വാങ്ങുന്ന തൻ്റെ കസ്റ്റമറായ മനുഷ്യൻ ഇത് അവന് നിർബന്ധം ബോധ്യമാണ്, ഇതെന്തായിരുന്നാലും അവൻ്റെ അടുത്ത് വാങ്ങും. ഇത് മനസ്സിലാക്കിയിട്ട് അവനോട് പെരുമാറരുത്. ഞാൻ എങ്ങനെ എന്നാലും ശരി, ഇതൊന്നും അവൻ ആവശ്യമുണ്ട്, അതുകൊണ്ട് അവനിത് വാങ്ങിയിരിക്കും
അത് വില പറയുന്നിടത്ത് ബാക്കിയുള്ളിടത്ത് നമ്മുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ ഉണ്ടാവും അല്ലേ. വാണെങ്കിൽ വാങ്ങിയാൽ മതി, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഇസ്ലാമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാനുള്ള കാരണം. പറയാം അവന് വേണമെങ്കിൽ വാങ്ങിയാൽ മതി തോന്നാൻ പാടില്ല. അവനെ റെസ്പെക്റ്റ് ചെയ്യണം. മാർക്കറ്റിൽ ഒരു സാധനം ഇല്ല എന്ന് വിചാരിക്കുക, മാർക്കറ്റിൽ ഒരു സാധനം ഇല്ല, അതുകൊണ്ട് ആ വസ്തുവിനില്ല, അത് നിൻ്റെതാണ്, എത്രയും വില കൂട്ടി എനിക്ക് വിൽക്കാലോ ഒക്കെ നമുക്ക് ന്യായീകരണം പറയാം. പക്ഷെ അതിൻ്റെ അവിടെ കിട്ടാത്തത് കൊണ്ട് നമ്മൾ വില കൂട്ടി പറയാം. അപ്പോൾ ഇതിൽ വിശദീകരിച്ചതാണ് കേട്ടോ. വാങ്ങുന്ന ആളുകളോട് പറഞ്ഞു, ഒരാൾ പ്രയാസപ്പെടുന്നു, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പരിപാടിയുണ്ട്, നമുക്ക് ബോധ്യപ്പെട്ടു, ഒരാൾ വസ്തു വിൽക്കുകയാണ്, വീടോ അല്ലെങ്കിൽ അവൻ്റെ പറമ്പൊക്കെ വിൽക്കാൻ തീരുമാനിച്ചു, നാട്ടിലൊക്കെ അതറിഞ്ഞ്. അപ്പോൾ എന്താ അത് കാരണം? കുറച്ച് കടത്ത് കുടുങ്ങിയിട്ടുണ്ട്, ആ വസ്തുവിനുള്ള വിലയേക്കാൾ. അപ്പം ചെയ്യേണ്ടത് എന്താ? ശരിക്ക് ഒരു മുഅ്മിനായ മുസ്ലിമായ ആളുകൾ ചെയ്യേണ്ടത് എന്താ? ഈ മനുഷ്യൻ പ്രയാസപ്പെട്ടത് വേണ്ട, അവനെ സഹായിക്കാണ് വേണ്ടത്, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? പക്ഷെ നേരെ അത് എടുത്തിട്ട് എന്താക്കുക, നേരെ ഇതേപോലെ തന്നെ നോർമലി ഒരു വസ്തു ഒന്നാവേണ്ട, നമ്മുടെ മാർക്കറ്റിൽ വാങ്ങാൻ പോകുമ്പോൾ നമുക്കറിയാം സത്യത്തിൽ ഇവനിപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ്, കിട്ടുന്നതിന് തരും, വാടക പോലും നമ്മൾ മനസ്സ് നമ്മളോട് പറയുന്നുണ്ട് അവനിപ്പോൾ വാടക പോലും. അതുകൊണ്ട് മാക്സിമം നമ്മുടെ ഭാഷ പറഞ്ഞ ചവിട്ട അല്ലേ, പാടില്ലാത്തതാണ്. ശൈത്താൻ നമുക്ക് കാര്യങ്ങൾ അലങ്കാരമാക്കി തോന്നിക്കും. ഓരോ വിഷയം അങ്ങനെയാണ്, ന്യായീകരണങ്ങൾ ധാരാളം ഉണ്ടാവും. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റഹ്മത്ത്, ഇതിൻ്റെ കപ്പുറത്തുണ്ടാവേണ്ടത് അള്ളാഹിൻ്റെ കാരുണ്യമാണ്, ബറക്കത്താണ്. കച്ചവടക്കാരെക്കുറിച്ച് പറഞ്ഞ എന്തറിയോ? അത്തുജാറൂന വൽ ഫുജാറൂൻ, ഹദീസിൻ്റെ വാക്കാണ്. കച്ചവടക്കാർ തമ്മാടികളാണ്. എന്നിട്ട് ഇസ്തിസ്ന കൊടുത്തിട്ടാണ് പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കളവ് പറയാതെ സത്യസന്ധതയോടുകൂടി നടത്തുന്നവർ ഒഴികെ. എൻ്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ടല്ലോ. കോമൺ ആയിട്ട് പറഞ്ഞത് കച്ചവടം, രണ്ടാൾ കച്ചവടം തുടങ്ങിയ ഷെയ്ത്താൻ അവിടെ പ്രത്യേകക്കാരനായ ഷെയ്ത്താൻ ഹാജറാകുന്നതാണ്. എങ്ങനെ ഏതാന്നുള്ളാഹു ആലം, അവിടെ ഷെയ്ത്താൻ ഇടപെടും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ കാര്യം കടം കൊടുക്കുന്നിടത്ത് പണ്ഡിതന്മാർ അവർ വിശദീകരിച്ചു. ഒരു പ്രയാസപ്പെടുന്ന മനുഷ്യന് കടം കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്നിടത്ത് പിന്നീട് അവനോടുള്ള സംസാരം, അവിടെയൊക്കെ ഒരു കാരുണ്യത്തിൻ്റെ മനസ്സുണ്ടാവണം. വാങ്ങുന്ന ആളുകളും അങ്ങനെ തന്നെ. കടം കൊടുക്കുന്നത് ഇസ്ലാം നന്നായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് കടം കൊടുക്കുന്നത് സ്വതക്കാണ്, അയാൾ തിരിച്ചു തരുന്നത് വരെ അയാൾ സ്വതക്കത പുണ്യാണ്. എന്നാൽ കടം വാങ്ങുന്നത് അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും ഗത്യന്തരമില്ലാത്തൊരവസ്ഥ. ഇന്നത്തെ ഒരു ലോകത്തിൻ്റെ പ്രത്യേകത എന്താ? വെറുതെ ആളുകൾ ഒരു കാര്യമില്ലെങ്കിലും പൈസ ഉണ്ടെങ്കിലും കടാക്കുകയാണ് അല്ലേ. എല്ലാ അർത്ഥത്തിലും EMI ആയിട്ട് വെറുതെ കടം, അതൊരു പ്രശ്നം തന്നെ ഇല്ലാത്ത മനുഷ്യർ. അത് മറ്റൊരു വിഷയമായിട്ട് സംസാരിക്കേണ്ട. ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടുന്ന വിഷയം. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് വളരെ അടുത്തന്നെ ഉണ്ട്. ഇഹ്സാൻ ചെയ്യുന്നവർക്ക്. ഇഹ്സാൻ എന്താ? ഒന്നാമത്തെ അള്ളാഹുവിനോടുള്ള നന്മ ഇഹ്സാൻ. അതെന്താ? അള്ള കാണുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും എന്ന രൂപത്തിൽ ഇബാദത്ത് ചെയ്യുക അല്ലേ. നമ്മളിപ്പോൾ റബ്ബ് കാണുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും ആ അർത്ഥത്തിൽ ഇബാദത്ത് ചെയ്യുക. അത് അള്ളാഹുവോടുള്ള ഇഹ്സാൻ. മനുഷ്യരോടുള്ള ഇഹ്സാൻ, വബിൽ വാലിദൈനി ഇഹ്സാന. അതേപോലെ മനുഷ്യരോട് മൊത്തത്തിൽ നന്മ ചെയ്യുക. മറ്റുള്ള മനുഷ്യർക്ക് നന്മ ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവരുടെ അടുത്ത് തന്നെ ഉണ്ട്. ഇമാം നാസറുദ്ദീൻ സഅദി റഹ്മഹുല്ല ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഫകുല്ലമ കാനൽ അബ്ദു അക്തറ ഇഹ്സാനൻ, എപ്പോഴൊക്കെ ധാരാളമായി നന്മ ചെയ്യാൻ ഒരു അബ്ദ് പരിശ്രമിക്കുന്നു, കാന അഖ്റബ ഇലാ റഹ്മത്തി റബ്ബിഹി, അവൻ്റെ ഏറ്റവും അടുത്ത് അവൻ്റെ റബ്ബിൻ്റെ റഹ്മത്തുണ്ട്. വകാന റബ്ബഹു ഖരീബൻ മിൻഹു ബിറഹ്മതിഹി, അവൻ്റെ റബ്ബ് അവൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അവൻ്റെ റഹ്മത്തുമായിട്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് നന്മ ചെയ്യുന്ന ആളുകൾക്ക് ആവശ്യമുള്ളിടത്ത് ആരുണ്ടാവും? റബ്ബുണ്ടാവും, അവൻ്റെ കാരുണ്യം ഉണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട വേറെ ഹദീസുകൾ ധാരാളം കാണാൻ പറ്റും. 9ാമത്തെ കാര്യം, തഹജ്ജുദിന് വേണ്ടി നമസ്കരിക്കുകയും തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കുകയും അത് എന്താണ് മറ്റു തൻ്റെ ഇണയെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യൻ രാത്രി എഴുന്നേറ്റു, ഫസ്വല്ല, എന്തിനാ നമസ്കരിച്ചു, വഅയ്ഖദ ഇംറഅതഹു, അവരുടെ ഭാര്യയെയും വിളിച്ചുണർത്തി. നിസ്കരിക്കാൻ വേണ്ടി ഇണയെ വിളിച്ചുണർത്തുന്ന ഒരു പുരുഷൻ, അവിടെ അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടാകും. വഇൻ അബത്,
നസഹ ഫി വജ്ഹിഹ അൽമാ, അവർ ഉണരാൻ എഴുന്നേൽക്കാൻ മടി കാണിച്ചാൽ മുഖത്ത് വെള്ളം കുടഞ്ഞിട്ടാണെങ്കിൽ അവർ എഴുന്നേൽപ്പിക്കും. പരലോകത്തെ സ്വർഗ്ഗമാണ് അവർ രണ്ടുപേരും പ്രതീക്ഷിക്കുന്നത്. അവർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ട്. നേരെ തിരിച്ചും ഒരു ഭർത്താവ് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്, ഭാര്യ എഴുന്നേറ്റ് നിസ്കരിക്കുന്നു, എഴുന്നേൽപ്പിക്കുന്നു, ഭർത്താവിനെ കൊണ്ട് നമസ്കരിപ്പിക്കുന്നു. അവിടെ അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ട്. പത്താമത്തെ കാര്യം, ഖുർആൻ പറയുന്നിടത്ത്, ഖുർആൻ കേൾക്കുന്നിടത്ത് അത് ശ്രദ്ധയോടെ വീക്ഷിക്കുക എന്നുള്ളതാണ്. വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾ ഖുർആൻ കേട്ടാൽ ഫസ്തമിഊ, ഇസ്തിമാ ചെയ്യണം. സാധാരണ വെറുതെ കേൾക്കുന്നതിനല്ല ഇസ്തിമാ എന്ന് പറയാം, ശ്രദ്ധിച്ച് കേൾക്കുന്നതിനാണ്. കേൾവി രണ്ട് രൂപത്തിലുണ്ട്. പുറത്തുനിന്നൊരു സൗണ്ട് ഇപ്പം നിങ്ങൾ അവിടെ ഇങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ അതിന് ഇസ്തിമാ എന്ന് പറയില്ല. ഇതിൻ്റെ ഇടയിൽ കേൾക്കുന്നൊരു സൗണ്ട്, പുറത്തുനിന്നൊരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തെ കൃത്യമായി ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്നതിനാണ്. അങ്ങനെ കേൾക്കണം ഖുർആൻ. എന്നിട്ട് അവിടെ മിണ്ടാതിരിക്കുകയും ചെയ്യണം. എങ്കിൽ അള്ളാഹു അവൻ്റെ കരുണ നിങ്ങളിൽ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഹദീസിൽ പറഞ്ഞത്, വമാ ഇജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ പെട്ട ഏതെങ്കിലും ഒരു ഭവനത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂടി, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടി, യത്ലൂന കിതാബ് അല്ലാഹ്, എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ കിതാബ് അവർ പാരായണം ചെയ്യുന്നു. വയതദാറസൂനഹു ബൈനഹും, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെക്കുറിച്ചുള്ള ചർച്ചയിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ QHLS ഇവിടെ നടക്കുന്ന ഖുർആൻ ക്ലാസ്സുകൾ, അതിലൊക്കെ ഒരാൾ ഇരുന്നാൽ, അങ്ങനെ കുറച്ച് ആളുകൾ ഇരുന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഇല്ലാ നസലത് അലൈഹിമുസ് സക്കീന, അവരിൽ സമാധാനം ഇറങ്ങാതിരിക്കില്ല. എൻ്റെ അർത്ഥം എന്താ? അവർക്ക് സമാധാനം കിട്ടിയിരിക്കും. അവരുടെ ഇഖ്ലാസും അവരുടെ മാനസികാവസ്ഥയും അവരുടെ നിലപാടുകളും ഒക്കെ അനുസരിച്ച് അവർക്ക് സമാധാനം കിട്ടിയിരിക്കും. വഹഫത്ത് വഅശിയതുഹുമുർ റഹ്മ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവരെ മൂടിപ്പൊതിയും. വഹഫത്തുഹുമുൽ മലായിക, മലക്കുകൾ അവരെ ചുറ്റിപ്പൊതി അവിടെ ധാരാളം ഉണ്ടാവും. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ അരികിലുള്ള മലക്കുകളോട് ഇവരെക്കുറിച്ച് പറയും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് പറഞ്ഞത്? ഏഴാകാശത്തിനപ്പുറത്ത് അർശിനെ ചുറ്റുന്ന മലക്കുകളുണ്ട്. ആ മലക്കുകളോട് അള്ളാഹ് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിരിക്കും, നോക്ക് എൻ്റെ അടിമകൾ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഭൂമിയുടെ ഏതോ ഒരു കോണിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്ന ചിലപ്പോൾ 2-3 മനുഷ്യർ, അവരെ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ അവൻ്റെ സൃഷ്ടികളോട്, അവൻ്റെ മലക്കുകളോട് ഇവരെ കാണിച്ചു കൊടുക്കും. അള്ളാഹു ഓർക്കും. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.